ഹായ് ഫ്രണ്ട്സ്, സുറുമിയാസ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 6 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളുടെ ഒരു കുർത്തയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ കുർത്തയുടെ കട്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ കുർത്തയുടെ തുണി 4ആയിട്ട് മടക്കിയിടുക. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ അളവെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഷോൾഡറാണ് അളവെടുക്കണം. 5.5 ഇഞ്ചാണ് ഷോൾഡർ നമ്മൾ അളവെടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോളും 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. നമ്മളെ ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. ചെസ്റ്റ് 6 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ്. 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ കൈക്കുഴി കുഴിച്ച് വരയ്ക്കാം. ലെങ്ത് 1 ഇഞ്ച് സീം അലവൻസോടുകൂടി 20 ഇഞ്ച് ലെങ്ത്താണ് എടുത്തേക്കുന്നത്. താഴത്തെ വീതി 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസോടുകൂടി 7.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. കുർത്ത കാരണം ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട, സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഇനി താഴത്തെ സൈഡ് ഓപ്പണിന് വേണ്ടി 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചും ഇറക്കം 2 ഇഞ്ചിലാണ്. നമ്മൾ ഫ്രണ്ട് നെക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. ഫ്രണ്ട് നെക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചു. അടുത്തത് ബാക്ക് പീസിലെ കഴുത്താണ് കട്ട് ചെയ്യാനുള്ളത്. അതിനു വേണ്ടി 2.5 ഇഞ്ച് വീതിയാണ് അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ചാണ് നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തുന്നത്. ബാക്ക് നെക്കിന് അധികം ഇറക്കം വേണ്ട, അതാണ് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്യാം. ഷോൾഡർ 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം. 1/2 ഇഞ്ചിൽ ഇനി ഫ്രണ്ട് ഓപ്പണിന് വേണ്ടി 5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി സ്ലീവാണ് കട്ട് ചെയ്യാൻ പോണത്. അതിന് വേണ്ടി 14.5 ഇഞ്ച് ലെങ്ത്താണ് സ്ലീവിന് എടുത്തേക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസോട് കൂടിയാണ് 14.5 ഇഞ്ച് എടുത്തേക്കുന്നത്. സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ അവിടെയുള്ള ലെങ്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ 2.5 ഇഞ്ച് താഴത്തോട്ട് നമ്മൾ ക്യാബ് ഹൈറ്റ് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് 2.5 ഇഞ്ചും മുതിർന്നവർക്ക് 3 ഇഞ്ചാണ് നമ്മൾ ക്യാബ് ഹൈറ്റ് എടുക്കാറ്. നമ്മൾ 7 ഇഞ്ചിൻ്റെ പകുതി അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ക്യാബ് ഹൈറ്റ് എടുത്ത ഭാഗത്തോട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. താഴത്തെ വീതി 5 ഇഞ്ച് ആണ്. 1 ഇഞ്ച് സീം അലവൻസോട് കൂടി 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പ്ലാക്കറ്റ്സിൻ്റെതാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്ത ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഓപ്പൺ തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ 2.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുക്കുക. ഒരെണ്ണത്തിൻ്റെ ഇറക്കം 5.5, ഒരെണ്ണത്തിൻ്റെ 7 ഇഞ്ചായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ 5.5 ഇഞ്ച് ഇറക്കമുള്ള പീസ് എടുത്ത് ഇതുപോലെ അടിമടക്കി തയ്ച്ചിട്ട് നല്ല വശത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഉള്ളിലോട്ട് മടക്കി ഇതുപോലെ മടക്കി അടിക്കാം. നമ്മൾ ആദ്യത്തെ പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ 7 ഇഞ്ച് ഇറക്കമുള്ള പീസ് എടുത്ത് ഇതുപോലെ അതിൻ്റെ അടി മടക്കി അടിക്കുക. അതിനുശേഷം നല്ല വശത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓപ്പൺ ഇട്ട ഭാഗം വരെയാണ് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ മടക്കി അടിക്കുക. ഇതിന് ഉള്ളിലോട്ട് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത ഭാഗം വരെയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം മറ്റേ പീസിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പ്ലാക്കറ്റ്സിന് വേണ്ടി ഇതുപോലെ മടക്കിയാണ് നമ്മൾ ഒരു ഷേപ്പിൽ ഈ ഷേപ്പിൽ മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമ്മൾ നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ പ്ലാക്കറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കണം. അടുത്തത് നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടി 2 ഇഞ്ച് വീതിയിലുള്ളൊരു ക്രോസ് പീസ് എടുത്തിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇച്ചിരി തുമ്പ് നീട്ടിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇട്ട ഭാഗത്ത് ഇതുപോലെ മടക്കി ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ കഴുത്തും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ സ്ലീവ് വെക്കാൻ പോവുകയാണ്. സ്ലീവ് നമ്മൾ ആം ഹോളിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് അടുത്തത് നമ്മൾ കുർത്തയുടെ സൈഡ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് നമ്മളിത് 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ അവിടം വരെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ബാക്കി ഭാഗത്ത് നമുക്ക് മടക്കിയടിക്കാനുള്ളതാണ് സൈഡ് ഓപ്പണിന് വേണ്ടി. അതുപോലെ തന്നെ 2 സൈഡും നമ്മൾ 1 ഇഞ്ച് വീതിയിൽ ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ സൈഡ് ഓപ്പൺ ആണ് തയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കി നമ്മളിവിടെ വരുമ്പോൾ ഇതുപോലെ നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡ് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ തയ്ച്ചിട്ട് ആ എൻഡ് വരുമ്പോൾ നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡ് മടക്കി ഇതുപോലെ താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് സൈഡ് ഓപ്പണും നമ്മൾ ജോയിൻ ചെയ്ത് ഇനി നമുക്ക് അടി മടക്കി തയ്ക്കണം. കുർത്തയുടെ അടി ഇതുപോലെ മടക്കി തയ്ക്കാം. രണ്ട് ഭാഗത്തെ സ്റ്റിച്ച് ചെയ്തതിന് ഇനി നമ്മൾ കൈയിൻ്റെ തുമ്പ് നമ്മൾ മടക്കിയടിക്കണം. അതുപോലെ തന്നെ അടുത്ത കൈയിൻ്റെ തുമ്പ് നമ്മൾ മടക്കിയടിക്കാം. രണ്ട് കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഇതിൽ ബട്ടൺസ് വെച്ചെടുക്കാം. നമ്മൾ ബട്ടൺസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കുർത്ത ഫിനിഷായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.